ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാങ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായി ഞാനൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീനിഫൈ എന്ന ആപ്ലിക്കേഷൻ്റെ പേര്, ലിങ്ക് ഞാൻ അവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആപ്പ് ഓപ്പൺ ആക്കുക. ഓക്കെ, എൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുക ആദ്യം. ഓക്കെ, ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പച്ച ബട്ടൺ, മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, മുകളിലും താഴത്തുമായിട്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതിലും നിൽക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സ് ആഡ് ചെയ്യാം. ഈ സംഭവം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈബർനേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിരിക്കുന്ന ആപ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ഹൈബർനേറ്റ് ചെയ്യുകയാണ് ഈ ആപ്പ് ഗ്രീനിഫൈ എന്ന ആപ്പ് ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈബർനേറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്സൊക്കെ ഹൈബർനേറ്റ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാർജ് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹാങ് ആകില്ല, പെട്ടെന്ന് ചൂടാവില്ല, അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ എല്ലാ ആപ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതിൽ ഇൻസ്റ്റാളായ എല്ലാ ആപ്സും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്സൊക്കെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആപ്സ് മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ആപ്സും സെലക്ട് ചെയ്യണതാണ് നല്ലത്, ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല കേട്ടോ. ഇത് എല്ലാം സെലക്ട് ചെയ്ത് ഹൈബർനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. ഉദാഹരണത്തിന് വാട്സപ്പിലെ മെസ്സേജൊന്നും ലഭിക്കില്ല. ഒക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം മെസ്സേജസ് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ആപ്സൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഈ കാണിക്കണമൊക്കെ ഇപ്പോൾ ഓൾറെഡി ഹൈബർനേറ്റ് ആയിട്ടുള്ള ആപ്സാണ്. ഹൈബർനേറ്റഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒരു ഇത് കണ്ട്. അപ്പോൾ അതിനടിയിലൊക്കെ ഓൾറെഡി ഹൈബർനേറ്റ് ആയ ആപ്സാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ഹൈബർനേറ്റ് ആക്കുള്ള ആപ്സൊക്കെ കാണിക്കുക. അപ്പോൾ അവിടെ 4-5 ആപ്സ് ഹൈബർനേറ്റ് ആക്കാണ്ട്. മാൾ 91 ഓൺ മൂവീസ്. അപ്പോൾ ഈ മാൾ 91 ഓൺ മൂവീസും ഹൈബർനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ ഈ ആപ്പ് പറയുന്നത്. പക്ഷെ നമുക്ക് ഹൈബർനേറ്റ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ അതിനു വേണ്ടി ഈ അടിയിൽ കാണുന്ന ഈ 3 ഡോട്ട് നിൽക്കുക. പിന്നെ എന്നിട്ട് ഇൻഡോർ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതും ഹൈബർനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹൈബർനേറ്റ് ചെയ്യാനുള്ള ആപ്സൊക്കെ ഇവിടെ മുകളിൽ പെൻഡിങ് മാനുവൽ ഹൈബർനേഷൻ എന്നൊരു അടിയിൽ കാണിക്കുന്നതാണ്, അതിൻ്റെ അടിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഹൈബർനേറ്റ് ചെയ്യാനുള്ള ആപ്സൊക്കെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഹൈബർനേറ്റ് ചെയ്യാൻ ഒക്കെ സിമ്പിളാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ഒരു എന്ന് എഴുതിയൊരു പച്ച ബട്ടൺ കാണുന്നുണ്ടോ, അതിന്മേൽ നിൽക്കുക. നിങ്ങൾക്ക് ഇനി ഹൈബർനേറ്റ് ചെയ്യാനുള്ള ആപ്സൊക്കെ ഓട്ടോമാറ്റിക്കലി ഹൈബർനേറ്റ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിന്മേൽ നിൽക്കുക. അപ്പോൾ എല്ലാ ആപ്സും ഓട്ടോമാറ്റിക്കലി ഹൈബർനേറ്റ് ആകുന്നതാണ്, ഹൈബർനേറ്റ് ആവാനുള്ള ആപ്സ് മാത്രം. ഓക്കെ, എല്ലാ ആപ്സും ഇവിടെ ഹൈബർനേറ്റ് ആവുന്നുണ്ട്, വോയിസ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ആപ്സൊന്നും ഇനി റൺ ആവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യത കുറവാണ്, ബാറ്ററി ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്, പിന്നെ ഹാങ് ആകില്ല, അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ വേണമെങ്കിൽ ഹൈബർനേറ്റ് ചെയ്യുക. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു, ഇനി ഫോണൊന്നും എടുത്തേക്കാണ്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അങ്ങനെ ഹൈബർനേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വിഡ്ഗെറ്റ്സിൽ പോവുക, എന്നിട്ട് ഗ്രീനിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈബർനേറ്റ് നൗ സ്ലീപ്പ് ആൻഡ് ഹൈബർനേറ്റ് എന്നുണ്ടാവും. അതിൽ ഹൈബർനേറ്റ് നൗ നിങ്ങൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഹോം സ്ക്രീനിൽ കൊണ്ടുവരിക. ഹൈബർനേറ്റ് നൗ എന്ന ഓപ്ഷനാണ് നല്ലത്. ഇനി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഹെക്സെൻറ്ററൊക്കെ ബാക്ക്ഗ്രൗണ്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വോയിസ് സ്റ്റോപ്പ് ആയിട്ടില്ല, ഹൈബർനേറ്റ് ആയിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗം കഴിഞ്ഞ് ഫോൺ എടുത്തേക്കാന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ഹൈബർനേറ്റ് നൗ എന്ന ബട്ടണുമേ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ആപ്സും റൺ ആവുന്ന എല്ലാ ആപ്സും ഹൈബർനേറ്റ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് ചാർജും പെട്ടെന്ന് കയറുന്നതാണ് ഇങ്ങനെ ചെയ്ത് ഹൈബർനേറ്റ് ചെയ്ത് ഇതാക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.